എന്താ കൽപ്പന ഇത്? പ്രിയങ്കയുടെ ആഭരണങ്ങളൊക്കെ നീ എന്തിനാ എടുത്തിട്ടിരിക്കുന്നേ? ഇത് ഞാൻ എടുത്തിട്ടൊന്നുമല്ല. ഞാൻ എന്റെ മുറി കിടന്ന് ഉറങ്ങുമായിരുന്നു. പിന്നെങ്ങനെ ഈ ആഭരണങ്ങളൊക്കെ എന്റെ ശരീരത്തിൽ വരുന്നത്? നീ അറിയാതെ നിന്റെ ശരീരത്തിൽ ആഭരണങ്ങൾ വന്നോ? എന്റെ അമ്മയെ ഞാൻ കാര്യമായിട്ടാ പറയുന്നേ. ഇതൊക്കെ എങ്ങനെ എന്റെ ശരീരത്തിൽ വന്നെന്ന് എനിക്ക് അറിയില്ല. എന്തൊക്കെയാ കേൾക്കുന്നേ? ആർക്കും മനസ്സിലാവാത്ത കാര്യങ്ങളാണല്ലോ ഈ കുടുംബത്തിൽ ഇപ്പൊ സംഭവിക്കുന്നത്. എന്താ മോളെ? അല്ല മാം, പ്രിയങ്ക ഉപയോഗിക്കുന്ന പെർഫ്യൂമിന്റെ അതേ മണം വരുന്നു. ഇതെങ്ങനെ ഇവിടെ വന്നേ? അതെ, പ്രിയങ്ക ഉപയോഗിക്കാറുള്ളത് പോലെ തന്നെ. പ്രിയങ്ക അടുത്തുകൂടി പോകുമ്പോ ഈ മണോ ആയിരുന്നല്ലോ. എന്തോ ഇത്? അയ്യോ, എടുത്തെഴുതിയെത്തുന്നോ? അമ്മ എടുത്തെഴുതിയെത്തുന്നോ? പ്രിയങ്കയുടെ ആഭരണങ്ങളെല്ലാം അണിഞ്ഞിട്ടാ കൽപ്പന ഇങ്ങോട്ടേക്ക് വന്നത്. ഇപ്പോ ഈ മണവും. പത്മിനി, കാര്യങ്ങൾ കുഴപ്പത്തിലാണല്ലോ. അയ്യോ, പ്രിയങ്കയുടെ ആഭരണങ്ങളും പെർഫ്യൂമും കൽപ്പന അറിയാതെ ഉപയോഗിച്ചു എന്ന് പറഞ്ഞാല് അതിന്റെ അർത്ഥം പ്രിയങ്കയുടെ ആത്മാവ് കൽപ്പനയുടെ ശരീരത്തിലുണ്ടെന്നല്ലേ? മുത്തശ്ശി, വെറുതെ ഇല്ല കഥകൾ പറയല്ലേ. പ്രിയങ്കയുടെ ആത്മാവ് എന്റെ ദേഹത്തില്ല. അതെ, രാധികയുടെ ദേഹത്താ. അത് പൂജാരി പറഞ്ഞതല്ലേ? പൂജാരി അന്നങ്ങനെ പറഞ്ഞു. പക്ഷേ എപ്പോഴും രാധികയുടെ ദേഹത്തെ കയറുമെന്ന് പ്രിയങ്കയുടെ ആത്മാവ് തീരുമാനിച്ചിട്ടുണ്ടോ? അമ്മേ, എടുത്ത് കാണിക്കുന്നുണ്ടോ? പ്രിയങ്കയ്ക്ക് ദേഷ്യം വന്നോ അവൾ ഇതുപോലെ കാണിക്കാറ് അല്ലേ? അമ്മ കണ്ടിട്ടില്ലേ? ഒന്ന് രണ്ട് വട്ടം അവൾ അടുക്കള വെച്ച് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്. പത്മിനി, ദൈവം നമ്മളെ പല രീതിയിൽ പരീക്ഷിക്കുക. ഈശ്വര, പ്രിയങ്കയുടെ ആത്മാവ് വേറെന്തോ തീരുമാനിച്ചിറങ്ങിയിരിക്കുക. അതിനി ഇവിടെയുള്ള ആരുടെയൊക്കെ ദേഹത്ത് കയറുമെന്ന് അറിഞ്ഞൂടാ. മോളെ രാധിക, നീങ്ങു പോരെ. വാ വാ.